ഉച്ചയ്ക്ക് ഊണിന് എന്താ വേണ്ടേന്ന് പറയണേ അമ്പിളി. അമ്പിളിക്ക് ഇഷ്ടമുള്ളത് വെച്ചു കൊടുക്കണമെന്ന് ദാസാർ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ ചേച്ചി ഇനി മുതൽ ഇവിടെ ഫുൾ ടൈം സർവീസ് ആണോ? അതൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ 3 മാസം നല്ല ശ്രദ്ധ വേണമല്ലോ. അതായിരിക്കും ദാസാർ ഇന്ന് തന്നെ കിച്ചണിലെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞത്. പിന്നെ അമ്പിളിയുടെ ആരോഗ്യസ്ഥിതി നോക്കി വേണ്ട പോലെ ചെയ്യാം. എന്റെ ശാന്തേച്ചി, ലച്ചുമോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പോലും ആരും സഹായത്തിനുണ്ടായിരുന്നില്ല. അന്ന് വീട്ടിലെ കാര്യങ്ങളെ മുഴുവൻ ഞാനാ നോക്കിയത്. അല്ല, അന്ന് ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റുമോ അമ്പിളി? അനുവിന്റെ കല്യാണം മാത്രമേ ആ സമയത്ത് കഴിഞ്ഞുള്ളൂ. ചീരുവും ദേയും പിന്നെ മഞ്ചാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവരുടെ കാര്യമൊന്നും പറയണ്ട രഘുവേട്ട. അവരുണ്ടായിട്ടെന്താ? ചീരു വല്ലതും സഹായിച്ചാലായി. ദയയുടെയും മഞ്ചാടിയുടെയും കാര്യം കൂടി നോക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ എന്റെ ഒരു സഹായം അമ്പിളിക്ക് വേണ്ടെന്നാണ് പറയുന്നേ? അയ്യോ, അങ്ങനെയല്ല ചേച്ചി. കുറച്ചു ദിവസം എന്തായാലും ചേച്ചി ഇവിടെ വേണം. ശരിക്കും പറഞ്ഞ എനിക്കിപ്പോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒട്ടും വയ്യെന്ന് തന്നെ പറയാം. അതിപ്പോ ഒരാഴ്ച റെസ്റ്റ് എടുക്കുമ്പോ ശരിയായിക്കോളും. ചേച്ചി, അമ്പിളി ഇങ്ങനെയൊക്കെ പറയും. ലച്ചുമോളെ നോക്കുന്നതിനിടയിൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ദാസങ്ങൾ പറഞ്ഞ പോലെ ശാന്തേച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ശരി. അമ്പിളിക്ക് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ മീൻകറി മതിയല്ലോ അല്ലേ? അയ്യോ ചേച്ചി, എനിക്ക് എന്തായാലും മതി. ചേച്ചിയുടെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നു. ശരി. അല്ലര കേട്ടാ, അങ്കിളച്ഛനെ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടായിരിക്കും കൊണ്ടുവരാ. അല്ല, അതും കൂടെ മനസ്സിൽ വെച്ചായിരിക്കോ അങ്കിള് ശാന്തമേച്ചിയെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നേ? അതിന് സാധ്യത കുറവാ. അമ്മാവും കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചു ദിവസം അനുവിന്റെ വീട്ടിൽ റെസ്റ്റ് ചെയ്തിട്ട് പഞ്ചരഥത്തിലേക്ക് പോകാനാ സാധ്യത. അല്ല, നിന്നെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടി വരുമെന്ന് ഞാൻ അങ്കിളിനോട് സൂചിപ്പിച്ചിരുന്നു. ഓ, വീണ്ടും നമ്മൾ അച്ഛനും അമ്മയും ആവാൻ പോവാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞപ്പോ ഒരു താല്പര്യമില്ലാത്ത പോലെ ആയിരുന്നല്ലോ. ആ, ഇപ്പൊ അടുത്ത ആളെ സ്വീകരിക്കാൻ വലിയ ആവേശത്തിലാണെന്ന് തോന്നുന്നല്ലോ. എടി, ആദ്യം നീ ഇത് പറഞ്ഞപ്പോഴേ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. മനുഷ്യന് ബോധമില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടെന്ന് വിചാരിച്ചോ? ആ, ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും ഉപബോധ മനസ്സിൽ അത് തെളിഞ്ഞത് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും ഭാഗ്യം. അല്ലെങ്കിലേ ഞാൻ വല്ല DNA ടെസ്റ്റിനും പോവേണ്ടി വന്നേനെ. തമാശ തമാശ. മക്കള് കളിച്ചു. അനുമോളെ, ദേ മാഷ് വന്നു. മക്കളെ, ദേ മുത്തശ്ശൻ വന്നു. ചെല്ലടാ, മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവാ. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ. ദാസുണ്ടല്ലോ. ആഹാ, മുത്തച്ഛന്റെ മക്കളെ. കുറച്ചു ദിവസം ഭാനുമ ഇവർക്ക് വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യോ, മക്കളെ നോക്കുന്ന ഒരു കഷ്ടപ്പാടാണോ മാഷേ? ഒരു സന്തോഷമല്ലേ? അണ്ണാ, ഇനി അകത്തേക്ക് ഇരിക്കാം. ബാക്കി സംസാരമൊക്കെ അകത്തേക്ക്. അതെ അച്ഛാ, വാ മക്കളെ. ഞാൻ മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ കേറ്. ഭാനുമ അവരെയും കൂടി കൂട്ടിക്കോ. ശരി. അയ്യോ, വീടിൽ അടങ്ങിയിരിക്കുക. മോളെ, അച്ഛാ, അല്പസമയം അച്ഛൻ ഇവിടെ ഇരിക്കട്ടെ. ഹോസ്പിറ്റലില് പോയപ്പോ മുതലേ ഒരേ കിടപ്പല്ലായിരുന്നു. അതെ. ദാസേ, നീ കൂടി ഇങ്ങോട്ട് ഇരിക്കേ. ഇതാ മോളെ, അണ്ണന്റെ ട്രീറ്റ്മെന്റ് റിപ്പോർട്ടും മെഡിസിൻ. ഇനി അങ്ങോട്ട് കുറച്ചു ദിവസം മരുന്നൊക്കെ നീ തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്തോളാം അങ്കിൾ. അല്ല, എത്ര ദിവസം റെസ്റ്റ് വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു? അങ്ങനെ ഇത്ര ദിവസമൊന്നും കണക്കൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലം അതിനെ മോളെ. പ്രശ്നങ്ങൾ